ദൈവത്തിന്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്ന നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ആത്മഹത്യകൾ വളരെയധികം വർദ്ധിച്ചു വരികയാണ്. ഇതൊരു ട്രെൻഡായി മാറിയിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ആത്മഹത്യ ചെയ്യുന്ന ഒരു സമൂഹമായി നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഞെട്ടിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ ആത്മഹത്യ ചെയ്യുന്നതിന്റെ ഭൂരിഭാഗവും ചെറുപ്പക്കാരും കൗമാരക്കാരുമാണ്. പലപ്പോഴും ജീവിത ചുറ്റുപാടുകളും കുടുംബ പ്രശ്നങ്ങളും പ്രണയ നൈരാശ്യവും കടുത്ത സമ്മർദ്ദങ്ങളുമാണ് ഇത്തരത്തിൽ ഇവരെ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ പ്രതിദിനം 21ഓളം ആത്മഹത്യകളും 500ഓളം ആത്മഹത്യാ ശ്രമങ്ങളും നടക്കുന്നെന്ന് റിപ്പോർട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ വിദ്യാഭ്യാസത്തിനും അതുപോലെ തന്നെ ആരോഗ്യത്തിനും വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ടെങ്കിലും മാനസികാരോഗ്യത്തിന് പുല്ലുവിലയാണ്. മാനസികാരോഗ്യം എന്നത് ഒരു ലജ്ജാ വിഷയമായാണ് എല്ലാവരും കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു മനോവിഷമം നേരിടുമ്പോൾ ഡോക്ടറെ മറ്റും കാണിക്കാതെ സ്വയം അതങ്ങ് പരിഹരിക്കാൻ നോക്കും. പിന്നീട് ആത്മഹത്യ ഒരു പരിഹാര മാർഗമായി തിരഞ്ഞെടുക്കും ഭൂരിഭാഗം പേരും. ഓരോ വർഷവും ആത്മഹത്യകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയും സിനിമകളും ഒരു തരത്തിൽ അവരെ സ്വാധീനിക്കുന്നുമുണ്ട്. എങ്ങനെയെന്നല്ലേ, സോഷ്യൽ മീഡിയയിലൂടെ ഓരോരുത്തരും അവരുടെ സന്തോഷകരമായ ജീവിതങ്ങളും ജീവിത വിജയങ്ങളും പങ്കുവെക്കുന്നുണ്ട്. ഇത്തരം ജീവിത വിജയങ്ങൾ നമ്മുടെ പരാജയ ജീവിതവുമായി താരതമ്യം ചെയ്യുന്ന ഒരു മനോഭാവം ഇപ്പോൾ യുവാക്കളിൽ കണ്ടുവരുന്നുണ്ട്. ഇതവരുടെ ആത്മവിശ്വാസം കുറയ്ക്കുകയും അവരെ നിരാശയിലാഴ്ത്തുകയും ചെയ്യുന്നുണ്ട്. രണ്ടാമത്തത് സൈബർ ബുള്ളിയിങ് ആണ്. സോഷ്യൽ മീഡിയയിലൂടെ അപമാനകരമായ കമന്റുകളും വ്യാജ പ്രചരണങ്ങളും മൂലം ജീവനൊടുക്കിയത് നിരവധി പേരാണ്. ChatGPT പോലും ആത്മഹത്യക്കുള്ള ടിപ്പ് പറഞ്ഞു കൊടുക്കുന്ന കാലഘട്ടമാണിത്. ആത്മഹത്യാ നിരക്ക് കുറയ്ക്കണമെങ്കിൽ നമ്മൾ എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിൽക്കണം. ആദ്യം വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങണം. കുടുംബത്തിൽ ഒരു സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ സ്കൂളുകളിലും കോളേജുകളിലും വിദ്യാഭ്യാസത്തിന് പുറമെ കൗൺസിലിംഗ് ക്ലാസുകളും അതുപോലെ തന്നെ മാനസികാരോഗ്യ ക്ലാസുകളും സംഘടിപ്പിക്കണം. സർക്കാർ തലത്തിൽ ഈ ഒരു മാനസികാരോഗ്യ കേന്ദ്രങ്ങളെ ശക്തിപ്പെടുത്തുകയും സൗജന്യമായോ ചിലവ് കുറഞ്ഞ രീതിയിലോ കൗൺസിലിംഗുകൾ സാധാരണക്കാർക്ക് ലഭ്യമാക്കണം. ഇതിലൂടെ ഒരു പരിധിവരെ നമുക്ക് ആത്മഹത്യാ നിരക്ക് കുറയ്ക്കാൻ സാധിക്കും. ഇപ്പോഴും പറയുകയാണ്, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. ആത്മഹത്യ ചെയ്യുന്നതിന്റെ പകുതി ധൈര്യം മതി ജീവിക്കാൻ.